പത്തനംതിട്ട പെരുന്നാട് കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിന്റെ ശരീരത്തിൽ ആഴമേറിയ 3 മുറിവുകൾ. തുടയിലും വലതു കൈയിലും വയറ്റിലും വെട്ടേറ്റു. അക്രമം തടയാനുള്ള ശ്രമത്തിനിടെ കൈവിരലുകൾക്കും മുറിവേറ്റു. മർദ്ദനത്തിന് തടസ്സം നിൽക്കാൻ എത്തിയ ജിതിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് FIR. കേസിൽ 8 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പോയതാണ്. ഭക്ഷണം കഴിച്ചിട്ട് പത്തനംതിട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ രാത്രി 11 മണിയായപ്പോൾ 2 ആൾക്കാർ വന്ന് പറയുന്നു ജിതിന് ആക്സിഡൻറ്റ് പറ്റി. ഞാൻ എന്ത് പറ്റി? ഇതുപോലെ മടുത്തുമൂഴി കൊച്ചുപാലം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. പിന്നെ ഒരാൾ പറഞ്ഞു ജിതിൻ മരണപ്പെട്ടു എന്ന വിവരം എന്നോട് പറയും. എന്താ കാര്യം സൂക്ഷിച്ചവരെ എനിക്ക് അറിയും. സംഭവത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണെന്നുള്ള കാര്യം CPM ആരോപിക്കുന്നുണ്ട്. അത്ര അറിയത്തില്ല എന്താ പ്രശ്നം, കാര്യം പാർട്ടിപരമായിട്ടുള്ള കാര്യമാണെന്നോ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നുള്ള എനിക്കറിയത്തില്ല. കൊലയ്ക്ക് പിന്നിൽ BJP RSS പ്രവർത്തകരെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിച്ചു. പെരുന്നാട് മടത്തുംമൂഴി ഇന്ന് വൈകിട്ട് DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. വിശദാംശങ്ങളുമായി CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ജിതിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ജിതിൻ്റെ മൃതശരീരം ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും. അതിനുശേഷം പാർട്ടി പ്രവർത്തകരും ബന്ധുക്കളും ഏറ്റെടുക്കും. വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീടായ പെരുന്നാട് മാമ്പാറയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇൻക്വസ്റ്റ് പൂർത്തിയാകുമ്പോൾ ജിതിൻ്റെ ശരീരത്തിൽ 3 വെട്ടുകൾ ഏറ്റതായി കാണുന്നുണ്ട്. ഒപ്പം തന്നെ കൈവിരലുകളിൽ ആക്രമണം തടയാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായ മുറിവുകളും കാണപ്പെടുന്നുണ്ട്. 3 മുറിവുകൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് തുടയിലാണ്. മറ്റൊന്ന് വലത് കൈത്തണ്ടയിലും പിന്നീട് വയറിൻ്റെ ഭാഗത്തും വെട്ടേറ്റതായിട്ടാണ് കാണുന്നത്. കയ്യിലെ മുറിവുകൾ അക്രമം പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ ഉണ്ടായതാണെന്നും കണക്കാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10:20 മടത്തുംമൂഴി ചെറിയ പാലത്തിന് സമീപമാണ് അക്രമം ഉണ്ടായത്. ഇരു സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് മാരകമായി ആക്രമിക്കപ്പെടുന്നു എന്ന സൂചനകളെ തുടർന്ന് അവിടേക്ക് എത്തിച്ചേർന്നതാണ് ജിതിൻ എന്നുള്ളതാണ് പോലീസിൽ നിന്നും FIR നിന്നും നമുക്ക് മനസ്സിലാക്കാം. പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത് ഇത് BJP RSS പ്രവർത്തകരാണ് കൊല നടത്തിയത് എന്നാണ്. രാത്രിയിൽ ഈ സംഘർഷം ഉണ്ടായത് ഈ 2 പാർട്ടിക്കാരും തമ്മിലാണോ? BJP RSS പ്രവർത്തകരും CPM പ്രവർത്തകരും CITU തൊഴിലാളികളും തമ്മിലായിരുന്നു? രാഷ്ട്രീയ ഉണ്ട് എന്ന് ആരോപിക്കുന്നത് CPM ആണ്. രാഷ്ട്രീയ കൊലപാതകമാണ്, പ്രതിസ്ഥാനത്തുള്ളവർ BJP RSS ബന്ധമുള്ളവരാണ് എന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നു. അതേസമയം ഈ സംഭവവുമായി യാതൊരു ബന്ധവും പാർട്ടിക്കില്ല എന്നുള്ളതാണ് BJP ജില്ലാ പ്രസിഡന്റ് VS സൂരജ് പ്രതികരിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് ആർക്കും തന്നെ BJP RSS കക്ഷികളുമായി ബന്ധമില്ല എന്നുള്ള വിശദീകരണവുമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് ബന്ധുക്കൾ അച്ഛൻ ഷാജി അടക്കമുള്ളവർക്ക് അറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി വീട്ടിൽ നിന്നും പോയ ആൾ പിന്നീട് അപകടത്തിൽ പരിക്കേറ്റു എന്നുള്ള വിവരം രാത്രി 11 മണിയോടെ തന്നെ സുഹൃത്തുക്കളായ മറ്റു ചിലർ വന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മരണം സംഭവിച്ചു എന്നും. അഭിലാലിലേക്ക് വരാം. അഭിലാൽ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. BJP RSS പ്രവർത്തകർക്ക് ഇതിൽ പങ്കുണ്ട്. വ്യക്തമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു കൊലപാതകം, അങ്ങനെ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത് RSSന്റെ പതിവാണ് എന്നും പറയുന്നുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം ഈ RSS BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ മറ്റോ ലഭ്യമാണോ നമുക്ക്? വിഷയത്തിൽ രാഷ്ട്രീയം സംശയിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം ഉറപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ പ്രതികരണമാണ് കഴിഞ്ഞ രാത്രി വന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള കൊലപാതകമാണ്, രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇന്ന് BJP നേതൃത്വം രംഗത്ത് വന്നത് പ്രതികൾക്കാർക്കും രാഷ്ട്രീയ ബന്ധമില്ല, അതോടൊപ്പം തന്നെ പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല എന്നാണ് VS സൂരജിൻ്റെ പ്രതികരണമായി വന്നിട്ടുള്ളത്.